അത് വാൽവ് ഉയർത്താതെ കൊണ്ട് ഈ റോഡിൻ്റെ പ്രശ്നം ഇതുവരെ തീർക്കാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ നാട്ടുകാർക്കും ലോകർക്കും മുഴുവൻ അറിയാം. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ്. ഈ റോഡ് ടാറിങ് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞ് സുഗമമായിട്ട് ഇറിഗേഷൻ്റെ വെള്ളം പോയിരുന്ന ഒരു സംവിധാനം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് ഒരു വഴി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ആ വാൽവിനെ താഴ്ത്തി കുഴിച്ചിട്ടപ്പോഴാണ് ഈ റോഡ് ഇവിടെ പൊളിഞ്ഞ് ഇപ്പോൾ വെള്ളം ലീക്കായി ഈ പ്രശ്നങ്ങളുണ്ടായത്. അവിടെ ആ വാൽവ് ഉയർത്താതെ കൊണ്ട് ഈ റോഡ് എത്ര പ്രാവശ്യം വിളിച്ചാലും തീരില്ല എന്ന് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടും അവരത് മാറ്റിവെക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് വാൽവ് ഉയർത്താതെ കൊണ്ട് ഈ റോഡിൻ്റെ പ്രശ്നം ഇതുവരെ തീർക്കാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ നാട്ടുകാർക്കും ലോകർക്കും മുഴുവൻ അറിയാം. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. അത് തയ്യാറാവാത്തടത്തോളം കാലം ഈ റോഡ് വളരെ ശോച്യാവസ്ഥയില്ല. 4 വർഷം മുന്നേ ഞങ്ങൾ ഈ റോഡ് പൊളിച്ച് പൈപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ദുരിതം അനുഭവിച്ചാൽ ഈ റോഡ് പൊളിച്ചിട്ട് 4 വർഷക്കാലത്തോളം ടാറിങ് ചെയ്യാണ്ട് ഈ റോഡ് ഇവിടെ കിടന്നിരുന്നു. ഇപ്പോൾ ടാർ ചെയ്ത് 4 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് പൊളിച്ചു തുടങ്ങി. ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കെടുകാര്യസ്ഥിതിയും അവരുടെ അനാസ്ഥയാണെന്നുള്ളത് ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഇത് ചെയ്യണില്ല. ഇന്നേക്ക് 15 ദിവസത്തിന് മേലെ ഈ എയർവാലിലൂടെ പൊട്ടിയിട്ട് ഈ മെയിൻ പൈപ്പ് ലൈൻ പൊട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ കർഷകരും എല്ലാവരും ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ മുഴുവൻ വെള്ളക്ഷാമവും കുടിവെള്ളക്ഷാമവും നേരിടുന്ന ഈ പ്രശ്നത്തിന് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുള്ള ആളുകൾ, അതായത് ഇതിൻ്റെ ഈ വാൽവ് സ്ഥാപിച്ച ഡിപ്പാർട്ട്മെൻറ്റ് AE അടക്കമുള്ള ആളുകൾ അവരുടെ ഉദ്യോഗസ്ഥരെ കൃത്യവിലോപം നടത്തിയിരിക്കുകയാണ്. അവരുടെ ഉദ്യോഗസ്ഥരുടെ തെറ്റായ രീതി മൂലമാണ് ഇങ്ങനെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പുതുക്കാട് മൈനർ ഇറിഗേഷനിലെ AE ഓവർസിയർ അടക്കമുള്ള ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്തു വെച്ചിട്ടുള്ളത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ കളക്ടർ ഉത്തരവ് പ്രകാരമാണ് ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഇറിഗേഷൻ വാൽവ് മാറ്റിയുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ കളക്ടറുടെ യാതൊരുവിധ അനുമതിയും ഇല്ലാതെയാണ് ഈ എയർ വാൽവോട് മാറ്റി സ്ഥാപിച്ചത്. എന്തായാലും ഈ നാട്ടിലെ ജനങ്ങളാണ് ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത്. ഉദ്യോഗസ്ഥർ അവർ കൃത്യമായി പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഇത്രയും ദുരന്തം അനുഭവിക്കില്ലായിരുന്നു. അവർ ഇത്ര കുടിവെള്ളം പരിഹരിക്കില്ലായിരുന്നു. അവസാനം പൊറുതിമുട്ടിയാണ് 15 ദിവസത്തോളം ഇവിടെ കുടിവെള്ളം അതുപോലെ തന്നെ കൃഷിയും മറ്റും ഉണങ്ങിപ്പോയതിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വ്യക്തമായൊരു തീരുമാനം ഇതിനെതിരെ ഉണ്ടാകണമെന്നും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഈ നാട്ടുകാരുടെ അഭിപ്രായം. അതിനുവേണ്ടി എല്ലാവിധത്തിലുള്ള പരാതികളും കൊടുക്കാൻ സന്നദ്ധമാണ്. പരാതി മുൻപേ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് വീണ്ടും ഇതിനൊരു പരാതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം. അധികാരിവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.